വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ആകർഷിക്കാൻ ഏറ്റവും ഉത്തമമായ ചെടിയാണ് കറ്റാർവാഴ. എന്നാൽ കറ്റാർവാഴയോടൊപ്പം ചില പ്രത്യേക ചെടികൾ കൂടി നട്ടുവളർത്തിയാൽ അത്ഭുതകരമായ മാറ്റങ്ങളും സാമ്പത്തിക ഉയർച്ചയും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നെഗറ്റീവ് എനർജി അകറ്റി വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ആ 10 ചെടികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, അശോകമരം. ചെറിയ ഇനം അശോകമരം കറ്റാർവാഴയുടെ തൊട്ടടുത്ത് നട്ടാൽ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറി വീട്ടിൽ പോസിറ്റീവ് എനർജിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. രണ്ടാമതായി, സ്പൈഡർ പ്ലാന്റ്. ഈ 2 ചെടികളും ഒന്നിച്ച് വളരുന്ന വീടുകളിൽ വലിയ ശാന്തതയുണ്ടാകും. കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സമ്പത്ത് സ്ഥിരമായി നിലനിൽക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തേത്, അലങ്കാരച്ചീര. പോസിറ്റീവ് ഊർജ്ജത്തിന്റെ കലവറയായ ഇത് കറ്റാർവാഴയോടൊപ്പം ചേരുമ്പോൾ കാര്യതടസ്സങ്ങൾ മാറുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. നാലാമതായി, തുളസി. കറ്റാർവാഴയ്ക്കും തുളസിക്കും അടുത്തടുത്തായി സ്ഥാനം നൽകുമ്പോൾ കുടുംബത്തിലെയും തൊഴിൽ മേഖലയിലെയും തടസ്സങ്ങൾ നീങ്ങി പല വഴികളിലൂടെ ധനലാഭം വന്നെത്തും. അഞ്ചാമത്തെ ചെടി, പുതിന. കറ്റാർവാഴയും പുതിനയും ഒന്നിച്ചു വളരുമ്പോൾ അത്ഭുതകരമായ ഒരു ഊർജ്ജം ഉണ്ടാകുന്നു. ഇത് സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ മാറ്റാനും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. ആറാമതായി, കറിവേപ്പ്. വീടുകളിലെ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങളും വാസ്തുദോഷങ്ങളും അകറ്റാൻ ഈ കൂട്ടുകെട്ടിന് കഴിയും. കുടുംബത്തിൽ സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഇത് ഉത്തമമാണ്. ഏഴാമതായി, മല്ലിച്ചെടി. ഇവ ഒരേപോലെ വളരുന്നത് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരും. ജോലിയിലും ബിസിനസ്സിലും വലിയ സാമ്പത്തിക ഉയർച്ച നേടാൻ ഇത് ഉപകരിക്കും. എട്ടാമത്തേത്, മുല്ലച്ചെടി. കറ്റാർവാഴയും മുല്ലച്ചെടിയും ഒരുമിച്ച് പൂവിടുന്നത് വലിയ ഒരു ധനനേട്ടം ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയാണ്. വീട്ടിലെ ദോഷങ്ങളെല്ലാം അകറ്റാൻ ഇത് വളരെ നല്ലതാണ്. ഒമ്പതാമതായി, അരളി. വാസ്തുശാസ്ത്രപ്രകാരം ഇവ ഒന്നിച്ചു വളരുന്നത് അളവിൽ കവിഞ്ഞ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ അരളിയുടെ ഇലയ്ക്കും പൂക്കൾക്കും വിഷാംശമുള്ളതിനാൽ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പത്താമതായി, ചെമ്പരത്തി. ദേവശക്തിയുടെ പ്രതീകമായ ചെമ്പരത്തിയും കറ്റാർവാഴയും ഒന്നിക്കുമ്പോൾ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം പൂർണ്ണമായി ഇല്ലാതാവുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉന്നതി ഉണ്ടാവുകയും ചെയ്യും. ഇനി കറ്റാർവാഴ നടുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വാസ്തു നിയമങ്ങൾ നോക്കാം. വാടിയതും കരിഞ്ഞതുമായ ചെടികൾ കറ്റാർവാഴയ്ക്കൊപ്പം ഒരിക്കലും നിർത്തരുത്. കറ്റാർവാഴ ഉണങ്ങിയാലും ഉടൻ മാറ്റി പുതിയത് വെക്കുക. വളരെ വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് പരിപാലിക്കാൻ. കറ്റാർവാഴ വെക്കാൻ ഏറ്റവും ഉത്തമമായ ദിശകൾ വടക്കും കിഴക്കുമാണ്. വടക്ക് ദിശ സമ്പത്തിനെ ആകർഷിക്കുന്നതിനാൽ അവിടെ കറ്റാർവാഴ തഴച്ചുവളർന്നത് വലിയ ധനനേട്ടം നൽകും. എന്നാൽ തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ ഒരു കാരണവശാലും കറ്റാർവാഴ വെക്കരുത്. ഇത് സാമ്പത്തിക തടസ്സങ്ങൾക്കും വാസ്തുദോഷങ്ങൾക്കും കാരണമാകും. അതുപോലെ തന്നെ വീടിന്റെ പ്രധാന വാതിലിന് തൊട്ടുമുന്നിലായും ഇത് വെക്കരുത്. ഈ പറഞ്ഞ 10 ചെടികളിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കറ്റാർവാഴയോടൊപ്പം നട്ടു പരിപാലിച്ചു നോക്കൂ. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യം കൊണ്ടുവരും.